വല്യേച്ചി ഇതാ ഡോക്ടർ പറഞ്ഞത് കേട്ട് എന്റെ കുഞ്ഞിനെ കൊല്ലാനുള്ള മരുന്നൊന്നുമല്ലല്ലോ ഇത്. വല്യേച്ചി അല്ല, പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ കുഞ്ഞ് ഭൂമിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. എന്റെ അമ്മ പോലും ആഗ്രഹിക്കുന്നത് വരണ്ടെന്നാ. അതിന്റെ കാരണം എന്താ വല്യേച്ചി പറയാത്തെ? എനിക്കൊരു കാരണവും കേൾക്കണ്ട. എന്തൊക്കെ കുറവുകളുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഈ കുഞ്ഞിനെ വേണം. ഞാൻ ഇതിനെ വളർത്തും. അതെന്റെ വാശിയാ. മോളെ ശാരികേ, നീ ഈ കാണിക്കുന്ന വാശിക്ക് മുന്നിൽ തോൽക്കുന്നത് നീ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മേ, മുങ്ങി താഴാൻ പോകുന്ന ഒരാൾക്ക് ദൈവം ഇട്ട് കൊടുക്കുന്ന ഒരു അവസാന പിടിവള്ളിയുണ്ട്. അങ്ങനെ ഒരു പിടിവള്ളിയ ഈശ്വരൻ എന്റെ മുന്നിലേക്ക് ഇട്ട് തന്നിരിക്കുന്നത്. അത് ഞാനിപ്പോ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് ഞാൻ എന്റെ ജീവിതത്തിൽ അതോർത്ത് സങ്കടപ്പെടേണ്ടി വരും. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല. കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞ് നടന്ന വല്യേച്ചിക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെയാ കുഞ്ഞിനോട് ഇത്ര സ്നേഹം വന്നത്? കുഞ്ഞ് വന്നു കഴിയുമ്പോ രാജീവേട്ടൻ വല്യേച്ചിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അയാളുടെ ജീവിതത്തിലേക്ക് ഞാൻ എന്റെ കുഞ്ഞുമായിട്ട് ഇടിച്ചു കയറി അങ്ങ് ചെല്ലും. അയാളോടൊപ്പം ജീവിക്കാനല്ല, അയാളെ നാണം കെടുത്താൻ. ഇങ്ങനൊരു കുഞ്ഞ് ജനിച്ചു പോയതില് അയാള് ജീവിതകാലം മൊത്തം കരയണം. സന്തോഷം എന്ന ഒന്ന് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിന് ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുക തന്നെ വേണം. അപ്പൊ നീ മനസ്സിൽ പലതും കരുതിക്കൊണ്ടാണ് ഇരിക്കുന്നതല്ലേ? എന്നെ കഷ്ടപ്പെടുത്തിയതിന്, എന്നെ സങ്കടപ്പെടുത്തിയതിന്, എന്റെ ജീവിതം തകർത്തതിന് എനിക്ക് ദൈവം നൽകിയ സഹായമായിട്ട് ഞാൻ ഈ കുഞ്ഞിനെ കാണുന്നത്. അതുകൊണ്ട് വേണ്ട രീതിയിൽ തന്നെ ഞാൻ ഇത് ഉപയോഗിക്കും. ഇതെല്ലാം വിഷ്ണുവിന്റെ ചിതാഭസ്മം ഒഴുക്കാൻ പോയതിന്റെ തിരിച്ചടികളാണെന്ന് ഞാൻ എങ്ങനെ ഇവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക? ഈശ്വര, തിരുത്താൻ കഴിയാതെ പോയ ആ പാപത്തിന്റെ ഫലം ഒന്നും അറിയാത്ത ഒരു പൊടി കുഞ്ഞിനെ പോലും ബാധിച്ചിരിക്കുന്നു. ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് വരെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക്, ഇതിനെല്ലാം കാരണക്കാരായവർക്ക് എന്തെല്ലാം ദുരന്തങ്ങളാണോ അവ ഉണ്ടാകാൻ പോകുന്നത്? അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? അമ്മയ്ക്ക് ഇതിൽ ഒരഭിപ്രായവും ഇല്ലേ? എന്തായാലും ശാലിനി വരട്ടെ, എന്നിട്ടൊരു തീരുമാനത്തിലെത്താം. വല്യേച്ചി ദേ ഈ മരുന്ന് കഴിച്ചേ. എല്ലാം ഞാനായിട്ട് തന്നെ വരുത്തി വെച്ചത്. പാപനാശിനിയിലേക്കുള്ള യാത്ര എനിക്ക് തടയാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനി വരുന്നതെല്ലാം സഹിക്കാം, അല്ലാതെ വേറെ മാർഗമില്ലല്ലോ.